വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ് ഞങ്ങളെ ഭാഗങ്ങളുടെ സംഖ്യകൾ അല്ലെങ്കിൽ പാർട്ട് നമ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിൽ കമൻറ്റ് ബോക്സിൽ ഇപ്പോഴും ഭാഗിക്കുക എന്ന് വെച്ചാൽ എന്തുവാന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഹാഫ് എന്ന് വെച്ചാൽ എന്തോ അറിയത്തില്ല എന്നൊക്കെ ഞാൻ അറിഞ്ഞു കുഞ്ഞുങ്ങൾ കേട്ടോ. എന്താ അത് അറിയാൻ വയ്യാത്തത്? ഇപ്പോൾ പകുതി, ഹാഫ് എന്ന് വെച്ചാൽ എന്താ, പകുതി എന്നാണ് അർത്ഥം. അതിപ്പോഴും അറിയാൻ വയ്യാത്തവരുണ്ടോ? നോക്കിക്കേ, നമ്മളൊരു കേക്ക് മേടിച്ചാലോ അല്ലെങ്കിൽ എന്താ വട്ടത്തിലിരിക്കുന്ന എന്തോ ആയിക്കോട്ടെ, ഒരു ദോശ ആയിക്കോട്ടെ, അപ്പോൾ അതിൻ്റെ പകുതി ഇല്ലേ കുഞ്ഞുങ്ങളെ, അതിൻ്റെ നേരെ നടുക്ക് വെച്ച് നമ്മൾ മുറിക്കത്തില്ലേ, അതിനെയാണ് എന്താ ഹാഫ് അല്ലെങ്കിൽ പകുതി, അതും അല്ലെങ്കിൽ അര എന്ന് നമ്മൾ പറയും. 2:30 മണിയായി, 3:30 മണിയായി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ അര എന്ന് വെച്ചാൽ പകുതി എന്നാണ് അർത്ഥം. ഹാഫ്, 1/2 ഇതൊക്കെ ഇതിന് പറയുന്ന എന്താ കുഞ്ഞുങ്ങളെ, ഹാഫ് എന്ന് ഇനിയും മറക്കല്ലേ. അതായത് നമ്മളൊരു ഫുള്ള്, അതെന്തോ ആയിക്കോട്ടെ, ഒരു ഒരെണ്ണത്തിൻ്റെ പകുതി നടുക്കൂടെ മുറിക്കുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ പകുതി ഭാഗം എടുക്കുന്നതിനാണ് 1/2, ഹാഫ്, അര എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ പകുതി പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ അതാണ്ട് ഇത് നോക്കിക്കേ, ഇത് ഒരു സ്ക്വയറാണ്. അതായത് നിങ്ങളുടെ ടെസ്റ്റിലെ ചോദ്യമാണ് കേട്ടോ. സ്ക്വയർ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ, സ്ക്വയർ സമചതുരമാണ്. അതായത് ഇപ്പം 4 സെൻറ്റിമീറ്റർ നീളമുള്ള 4 സെൻറ്റിമീറ്റർ നീളമുള്ള എന്ന് പറയുമ്പോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ അതിൻ്റെ 4 സൈഡിലും എന്തായിരിക്കും, ഇവിടെയും 4 ആയിരിക്കും, ഇവിടെയും 4 ആയിരിക്കും, ഇവിടെയും 4 ആയിരിക്കും, ഇവിടെയും 4 ആയിരിക്കും. അതിന് സംശയമില്ലല്ലോ. എന്താ നിങ്ങളെ, സമചതുരം എന്ന് വെച്ചാൽ സ്ക്വയർ അല്ലേ. അപ്പോൾ അതിൻ്റെ 4 വശവും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ടാണ് അതിനെ സമചതുരം എന്ന് പറയുന്നത്. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സ്കെയിലിലല്ലേ 4 സെൻറ്റിമീറ്റർ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി എത്ര നിങ്ങൾ, 2 അല്ലേ. ഇവിടെ വരുമ്പോൾ 2 സെൻറ്റിമീറ്റർ വരും. അതിൻ്റെ നേരെ നടുക്ക് വെച്ച്, സമചതുരം ആകുമ്പോൾ ഒന്നുകിൽ എന്താ ഇങ്ങോട്ട് നേരെ നടുക്ക് വെച്ച് മുറിക്കുക, അതല്ലെങ്കിൽ ഇവിടുന്ന് എന്താ ഈ വര വേണ്ട, അല്ലാതെ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വരച്ചാൽ എന്താ പകുതിയാണ്. ഇത് പകുതിയല്ലേ. ഒരു സമചതുരത്തിൻ്റെ നേരെ നടുക്കൂടെ വരയ്ക്കുന്നത്. അപ്പോൾ ഹാഫ് നമ്മൾ പറഞ്ഞു വന്ന് എന്താണ്, ഹാഫ് എന്താണെന്നാണ്. ഓക്കെ ആണോ? അത് നോക്കിക്കേ, വട്ടത്തിലിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ നേരെ നടുക്കൂടെ വരയ്ക്കുന്നതിന് എന്താ നിങ്ങളെ, പകുതി കേട്ടോ, മറക്കല്ലേ. പകുതി അല്ലെങ്കിൽ 1/2, ഹാഫ്, അര എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പകുതി പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പം 2ൽ 1 ഭാഗം അല്ലേ, 2ൽ 1 ഭാഗം. നിങ്ങൾക്ക് അതേ മേളിലാണോ 2 താഴെയാണോ 2 എന്ന് ഡൗട്ടുള്ളവരുണ്ടോ നിങ്ങളെ? ഉണ്ടോ? ഒന്നും ആലോചിക്കണ്ട. നമ്മൾ എത്ര ഭാഗമാണോ അതാണ് താഴെ കൊടുക്കുന്നത്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ഇതിനെ കളർ അടിച്ചെന്ന് വെച്ചോ, അല്ലെ ഷെയ്ഡ് ചെയ്തെന്ന് വെച്ചു, അപ്പോൾ അത് എത്ര ആണോ അതാണ് മുകളിൽ എഴുതേണ്ടത് കേട്ടോ. ഹാഫ് എന്ന് പറഞ്ഞ് ഇപ്പോൾ പടത്തിൽ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ കുഞ്ഞുങ്ങളെ, ഹാഫ്. അതായത് മൊത്തം എത്ര ഉണ്ട്, 1, 2, അതാണ് നമ്മൾ താഴെ എഴുതേണ്ടത്. താഴെ എന്ന് വെച്ചാൽ എന്താ, ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം. അപ്പോൾ മുകളിൽ എഴുതുന്നത് എന്താ, നമ്മൾ എത്ര എണ്ണമാണോ ഷെയ്ഡ് ചെയ്തത് അതാണ് മുകളിൽ എഴുതേണ്ടത്. ആ സംശയം മാറിയല്ലോ. ഓക്കെ ആണോ? എത്രനാണോ ഷെയ്ഡ് ചെയ്ത് അതാണ് മുകളിൽ എഴുതേണ്ടത്. എത്ര എണ്ണമായിട്ടാണോ നമ്മൾ മുറിച്ചത് അതാണ് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദമായിട്ട് എഴുതുന്നത്. നോക്കൂ ഞങ്ങൾ. അപ്പോൾ നമ്മൾ ഹാഫ് എന്താണെന്ന് ഇനി തെറ്റത്തില്ലല്ലോ. നോക്കിക്കേ, ഇതിനെ നമ്മൾ എന്താ പറയുന്നത്, ഇതിനെ ഞാനാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ ഷെയ്ഡ് ചെയ്തെന്ന് വെച്ചോ, ഈ ഭാഗം ഞാൻ ഷെയ്ഡ് ചെയ്തെന്ന് വെച്ചോ, നല്ലപോലെയൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കണ്ടേ, അതുകൊണ്ട് ഈ ഒരു ഭാഗം ഞാൻ ഷെയ്ഡ് ചെയ്തു. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ എഴുതും, മൊത്തം എത്രയുണ്ട്, മൊത്തം എത്ര ഭാഗമുണ്ട്, 1, 2, 3 ഭാഗമുണ്ട്. അപ്പോൾ അത് വേണം നമ്മൾ താഴെ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ അല്ലെ ഛേദമായിട്ട് എഴുതാൻ. ഇനി ആ ഡൗട്ട് വരല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. അതിപ്പോഴും ഡൗട്ട് ഉള്ളവരുണ്ടെന്ന് എനിക്കറിയാം. ഇത് എവിടെ എഴുതും, മൊത്തം എണ്ണത്തിനെ താഴെ എഴുതുക, എത്രയാണോ നമ്മൾ ഷെയ്ഡ് ചെയ്തത് അത് ഇവിടെ എത്ര എണ്ണം ഞാൻ ഷെയ്ഡ് ചെയ്തു, ഒരെണ്ണം. അപ്പം 3ൽ 1. അപ്പം നോക്കിക്കേ, ഇത് 3ൽ 1 ഭാഗമാണ്, ഇതും 3ൽ 1 ഭാഗമാണ്, ഇതും 3ൽ 1 ഭാഗമാണ്. ആണല്ലോ, ആണോ നിങ്ങളെ? ഇതും 3ൽ 1 ഭാഗമാണ്, 3 എണ്ണത്തിൽ ഓരോ ഭാഗം. ഇതും 3ൽ 1 ഭാഗമാണ്, ഇതും 3ൽ 1 ഭാഗമാണ് അല്ലേ. ഇതിന് നമുക്ക് എന്താണെന്നറിയോ, 3ൽ 1 അധികം 3ൽ 1 അല്ലെ, 1/3 എന്ന് ഇംഗ്ലീഷിൽ പറയാം അല്ലേ. 3ൽ അല്ലെ 1/3 എങ്ങനെ വേണമെങ്കിലും പറയാം. എന്താ
1/3 അല്ലേ? അങ്ങനെ 3 വരുമ്പോഴേ 1 1 1 എത്ര 3. താഴത്തെ ഡിനോമിനേറ്റർ അല്ലേ, ഛേദമെല്ലാം ഒരുപോലെ ആയതുകൊണ്ട് 3. 3ൽ 3 എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ 1 ആണ് കേട്ടോ. അതൊക്കെ അറിയാമല്ലോ. 3ൽ 3 ഏതൊരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 1 ആണ്. അതൊക്കെ നമ്മൾ കുറേ പഠിച്ചതല്ലേ. അപ്പോൾ ഇവിടെ എന്താ 3ൽ 3 വല്ലോ മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു വട്ടം വരച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ഹാഫ് എന്താന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്തത് 3ൽ 1, അതായത് ഒരു സർക്കിളിനെ അല്ലെങ്കിൽ ഒരു ദോശയെ അല്ലെങ്കിൽ ഒരു വൃത്തത്തിനെ എന്താ കുഞ്ഞുങ്ങളെ 3ൽ 1 3ൽ 1 3ൽ 1 ഈ 3 വന്ന എങ്ങനെ എണ്ണമാണ് 3 കേട്ടോ, എണ്ണമാണ്. അതാണ് താഴെ എഴുതേണ്ടത്. അതിനാണ് ഈ 1 2 3 ഇട്ട് വെച്ചേക്കുന്നത്. പിന്നെന്താ 1 2 3 3ൽ 1 ചേരുന്നതാണ് ആ ഒരെണ്ണം. ഓക്കെ ആണോ? ഇനി സംശയമുണ്ടോ? 3ൽ 1 ഇപ്പം നിങ്ങൾ ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മൊത്തം 3 വരയ്ക്കുക, അതിലൊരു ഭാഗം ഷെയ്ഡ് ചെയ്യുക. അടുത്ത് നോക്കൂ കുഞ്ഞുങ്ങളെ, 4 ഞാൻ എടുത്തിട്ടുണ്ട്. എത്ര? 4. അതായത് ഒരു ദോശയെ തുല്യമായിട്ട് 4 ഭാഗമായിട്ട് മാറ്റി, തുല്യമായിട്ടാണ് ഭാഗിച്ചത് അല്ലേ, 4 ഭാഗമായിട്ട് തുല്യമായിട്ട് എടുത്തിട്ടുണ്ട്. നോക്കിക്കുക. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതും? മൊത്തം എണ്ണം എത്ര ഉണ്ട്? 1 2 3 4. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? 4 കേട്ടോ. മൊത്തം എണ്ണം 4. എത്ര എണ്ണമാണോ ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, ഞാൻ നോക്കി ഇവിടെ ഇത് ഇത്രയും ഷെയ്ഡ് ചെയ്തെന്ന് വെച്ചോ. ഞാനിത് ഇത്രയും ഇത് ഇവിടെ വരെ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ പറയാം കുഞ്ഞുങ്ങളെ? എങ്ങനെയാണ്? നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞേ. എത്രയായിരിക്കും? ഞാനിൽ 4ൽ 2 ഭാഗത്തിന് ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൊത്തം 4 എണ്ണത്തിൽ 2 എണ്ണത്തിന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ടെസ്റ്റിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പറയും? ഇത് ഞാൻ എത്ര ഭാഗം ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് പറയാമോ? നിങ്ങളൊന്ന് പറഞ്ഞു നിങ്ങളെ. എത്ര? 1 2 3 4. മൊത്തം എണ്ണം 4. എത്രനാണ് ഷെയ്ഡ് ചെയ്തേക്കുന്നത്? ഒരെണ്ണത്തിന് അല്ലേ, 1. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതൊക്കെ അറിയാമെങ്കിൽ ഈ ചാപ്റ്റർ എളുപ്പമാണ് കേട്ടോ. മനസ്സിലായോ? ഇനി ഇതൊരു റോപ്പാണ്. അത് നമുക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ പറയാം. അപ്പം ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടേ പ്രധാനപ്പെട്ടതാണ് പറയുന്നത്. 1/4 എന്നാൽ കാലെന്നാണെന്നും 1/4 എന്താണ്? കാൽ ഭാഗമാണെന്നും 1/2 എന്നാൽ അര അല്ലെങ്കിൽ ഹാഫ് ആണെന്നും ഈ 1/4ൻ്റെ ഇംഗ്ലീഷ് എന്താ നിങ്ങളെ? ക്വാർട്ടർ കേട്ടോ. ക്വാർട്ടർ ആണേ, മറക്കല്ലേ, ക്വാർട്ടർ. 1/2 ഹാഫ്, അര. അപ്പം 3/4 അതെപ്പോഴും അറിയണേ. മുക്കാലിന് എന്താ പറയുന്നത്? 3/4. എന്താ നിങ്ങളെ? 3/4. മറക്കല്ലേ, 3/4. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ ഈ 2 പേജ് കടിച്ചു. ഞാൻ പ്രധാനപ്പെട്ടത് മാത്രമാണ് പറയുന്നത് കേട്ടോ. നോക്കിക്കേ അടുത്തത്. അതാണ്ടേ ഇവിടെ നമുക്ക് ഇതിനെ എത്ര ആയിട്ടാണ് നോക്കി. ഇത് മൊത്തം എണ്ണം എത്ര ഉണ്ട്? 18 എണ്ണം. ഷെയ്ഡ് ചെയ്തത് 1 2 3 4. അപ്പോൾ 18ൽ 4. ഇത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞത്, എന്നാലും ഓടിച്ചിട്ടങ്ങ് പറയാം. ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9. മൊത്തം 9 എണ്ണം. എത്രനാണോ ഷെയ്ഡ് ചെയ്തത് അത് മേളിൽ എഴുതുക. എണ്ണം താഴെ എഴുതുക, ഷെയ്ഡ് ചെയ്തത് മേളിൽ എഴുതുക. നമുക്കറിയാമല്ലോ. ഇവിടെ നോക്കിക്കേ, 1 മീറ്റർ നീളമുള്ള ഒരു റോപ്പ്. നിങ്ങളുടെ ടെസ്റ്റിലെ ചോദ്യമാണ്. ഞാൻ അതിനെ 5 ആയിട്ട് അങ്ങ് മുറിച്ചു. എന്താ നിങ്ങളെ? 1 മീറ്റർ നീളമുള്ള ഒരു റോപ്പ് കേട്ടോ. എന്നെ ഞാൻ എത്ര ആയിട്ടാണ്? 1 2 3 4 5 ആയിട്ട് മുറിച്ചെങ്കിൽ മനസ്സിലായോ? ഞാൻ ഇതിനെ എന്ത് പറയും? ഈ 5 എത്ര ആയിട്ടാണോ മുറിക്കുന്നത് അതിനെ നമ്മൾ എപ്പോഴും താഴെ എഴുതണം. എത്ര കുഞ്ഞുങ്ങളെ? 5 ആയിട്ടാണ് ഞാൻ മുറിച്ചത്. ഇതെത്ര? ഇവിടുന്ന് ഇവിടെ വരെ ആകുമ്പോൾ എത്ര കുഞ്ഞുങ്ങളെ? 5ൽ 1 ഭാഗമാണ് ആണല്ലോ. ഇനി ഞാൻ ഇവിടുന്ന് ഇവിടെ വരെയാണെങ്കിലോ അതും എന്താ? 5ൽ 1 ഭാഗമാണ്. ഇവിടുന്ന് ഇവിടെ വരെയാണെങ്കിലും 5ൽ 1, ഇവിടുന്ന് ഇവിടെ 5ൽ 1, ഇവിടെ 5ൽ 1 അല്ലേ. ഇനി നമ്മളതിനെ മൊത്തത്തിൽ പറയുകയാണെങ്കിലോ, ഞാൻ ഇവിടുന്ന് ഇവിടെ വരെയായി എടുക്കുന്നതെങ്കിലോ ഞാൻ 5ൽ 2 ഭാഗം എടുത്തിട്ടുണ്ട് അല്ലേ. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഇവിടുന്ന് ഇവിടെ മുതൽ ഇവിടെ വരെയാണെങ്കിൽ 5ൽ 2 ഭാഗം എടുത്തു അല്ലേ. ഇവിടെ നിന്ന് ഇവിടെ വരെയാണെങ്കിലോ 5ൽ 3 ഭാഗം ഞാൻ എടുത്തു കേട്ടോ. നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്, ഞാനൊന്ന് ചുരുക്കി പറഞ്ഞാൽ. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5ൽ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. 10/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 10ൽ 10. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 10ൽ 10 മാർക്കും കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നല്ല, ഫുള്ള് കിട്ടിയെന്നാണ് കേട്ടോ. ഫുള്ള് എന്ന് പറയുന്നതാണ് ഇവിടെ 1 എന്ന് കാണിച്ചിരിക്കുന്നത്. 25/25 1 കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഇതിനെക്കുറിച്ച് ഞാൻ ഇച്ചിരി കൂടെ ഇപ്പം പറയാം കേട്ടോ. അപ്പോൾ അത് ഓക്കെ. പിന്നെ എന്താണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞില്ല ഹാഫ് എന്ന് വെച്ചാൽ എന്താണെന്നും 1/4 എന്ന് വെച്ചാൽ എപ്പോഴും ഓർത്തോണം. മൊത്തം എണ്ണത്തിനെ താഴെ എഴുതിയിട്ട് ഷെയ്ഡ് ചെയ്ത് എത്രയാണോ അതിനെ മുകളിൽ കൊടുക്കുക. മൊത്തം എണ്ണം എത്രയാണോ അത് താഴെ എഴുതിയിട്ട് ഷെയ്ഡ് ചെയ്യുന്ന ഏതാണെന്ന് വെച്ചാൽ അത് വേണം മുകളിൽ എഴുതാൻ കേട്ടോ. അത് ഓർത്തോണേ നിങ്ങളെ. അതിൻ്റെ കുറേ കണക്ക് നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്.
ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ, നമുക്ക് ടെസ്റ്റിലെ എക്സർസൈസ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ സ്ക്വയർ വിത്ത് ദ ഈച്ച് സൈഡ് 3 സെൻറ്റിമീറ്റർ, മാർക്ക് ഓഫ് 1 സെൻറ്റിമീറ്റർ. നിങ്ങളെ ഡ്രോ എ സ്ക്വയർ വിത്ത് ഈച്ച് സൈഡ് 3 സെൻറ്റിമീറ്റർ, മാർക്ക് ഓഫ് 1 സെൻറ്റിമീറ്റർ ഫ്രം ദ ലെഫ്റ്റ് ഓൺ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ് ആർ ജോയിൻ ദം. വാട്ട് പാർട്ട് ഓഫ് ദ സ്ക്വയർ ഈസ് ദ സ്മാളർ റെക്റ്റാങ്കിൾ? അതായത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുവാന്നുള്ള ഡൗട്ട് വരും അല്ലേ. അതുകൊണ്ട് നമ്മുടെ ടെസ്റ്റ് എല്ലാവരും കണ്ടല്ലോ അല്ലേ. ഭാഗങ്ങളുടെ സംഖ്യയിൽ ഇത് നമ്മൾ പറഞ്ഞു പകുതി അല്ലേ. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു 1/2. ഇതിനെ 1/2 എന്നത് അത് ഞാൻ ഇപ്പം ചെയ്ത് കാണിക്കാം. പിന്നെന്താ 1/4 ഞാൻ പറയാം. അപ്പം അതിന് മുമ്പേ നോക്കൂ ഞാൻ എൻ്റെ ടെസ്റ്റിലെ ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. ആ ചോദ്യം ഈ ചോദ്യം നോക്കിയേ. ഒരു സമചതുരം വരയ്ക്കുക. വശങ്ങളിൽ ഓരോന്നിനും 3 സെൻറ്റിമീറ്റർ നീളം. ഇനി മുകളിലത്തെയും താഴത്തെയും വശങ്ങൾ ഇടത്തു നിന്നും 1 സെൻറ്റിമീറ്റർ ഇടവിട്ട് കുത്തിടുക. അവ യോജിപ്പിക്കുക എന്ന അത്രയേ ഉള്ളൂ നിങ്ങളെ. 3 സെൻറ്റിമീറ്റർ നീളത്തിൽ നിങ്ങളുടെ സ്കെയിലിൽ ഒരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? സമചതുരം. മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ 4 വശവും ഒരുപോലെ ഉള്ളതിനെയാണ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ പറയുക, ഈ ചെറിയ സമചതുരത്തിൻ്റെ എത്ര ഭാഗമാണ്? ഇവിടെ ചെറുത്, അതായത് നമ്മൾ 3 സെൻറ്റിമീറ്റർ അല്ലേ പറഞ്ഞത് ആണല്ലോ. ഇവിടെ നമ്മളോട് ചോദിച്ചത് ഇവിടെ ഇതാ 3 സെൻറ്റിമീറ്റർ ആണ് കുഞ്ഞുങ്ങളെ ഞാൻ ഈ വരച്ച് വെച്ചിരിക്കുന്നത്. കണ്ട, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3, ഇങ്ങോട്ട് 3, ഇങ്ങോട്ട് 3. കേട്ടോ, മനസ്സിലായോ? 3 സെൻറ്റിമീറ്റർ ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പം അവർ പറഞ്ഞേക്കുന്നത് അതിൽ 3 സെൻറ്റിമീറ്റർ ആണ് 3 കേട്ടോ, 3 സെൻറ്റിമീറ്റർ ആണ്. അതിൽ 1/3 പാർട്ടിന് എന്ത് ചെയ്യുക? സ്മാളർ റെക്റ്റാങ്കിൾ 1/3 പാർട്ടാണ്. അപ്പം മറ്റേ ഭാഗമോ 1/3 പാർട്ട് സ്മാൾ ആണെങ്കിൽ അല്ലേ, ബാക്കി എത്രയാണ്? 2/3 പാർട്ട് എന്തുമായിരിക്കും? ബിഗ് ആയിരിക്കും അല്ലേ, അല്ലെ ലാർജ് ആയിരിക്കും അല്ലേ. ആണല്ലോ, സംശയമില്ലല്ലോ. അപ്പം എന്താ പറയുക, ചെറിയ ചതുരം സമചതുരത്തിൻ്റെ 1/3 ഭാഗമാണ് ആണല്ലോ. 3 വന്ന എങ്ങനെയാവും നിങ്ങളെ? മൊത്തം സെൻറ്റിമീറ്റർ 3 ആയതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞല്ലോ മൊത്തം എത്ര ആണോ അത് വേണം താഴെ എഴുതാൻ. അപ്പം മൊത്തം അവർ പറഞ്ഞിട്ടുണ്ട് എത്ര? 3 സെൻറ്റിമീറ്റർ ആണ്. അതിൽ ഒരു ഭാഗം മാത്രം എന്ത് കൊടുക്കുക? ഒരു ഭാഗം മാത്രമേ ചെറുതുള്ളൂ, മറ്റേത് വലുതാണ്. അപ്പം ചെറുതിന് എന്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? വലിയ ചതുരം ലാർജർ പാർട്ട് ഈസ് 2/3 പാർട്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിലേ അവയ്ക്ക് കളർ കൊടുക്കാൻ 1/3 പാർട്ട് വിത്ത് റെഡ് ആൻഡ് 2/3 പാർട്ട് വിത്ത് ഗ്രീന്. 1/3 ഭാഗത്ത് ചുവപ്പ് നിറവും 2/3 ഭാഗത്ത് പച്ച നിറവും കൊടുക്കാൻ. കേട്ടോ, ചുവപ്പ് 1/3 പാർട്ടിന് ഞാൻ എന്ത് കൊടുത്തു? ചുവപ്പ്. നിങ്ങളെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. 2/3 പാർട്ടിനോ പച്ചയും കൊടുത്തു. ഇനി അവർ ചോദിച്ചിട്ടുണ്ട് ഈ പടത്തിനെ, ഈ ഒരു സ്ക്വയറിനെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഇതുപോലെ വരയ്ക്കാൻ പറ്റുമെന്ന്. പറ്റും. നേരെ എന്താ ഇതിപ്പോൾ നമ്മൾ ഇങ്ങോട്ടല്ലേ നിങ്ങളെ വരച്ചത്? ഇത് 1 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 സെൻറ്റിമീറ്റർ, ഇങ്ങനല്ലേ വരച്ചത്. ഇനി നമുക്ക് ഇങ്ങനെ വരച്ചുകൂടാ? ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചുകൂടായോ? വരയ്ക്കാമല്ലോ. അങ്ങനെ വരച്ചാലും ഇവിടെ എന്താ ക്രയോൺ വെച്ചിട്ട് എൻ്റെ പേന തെളിയുന്നില്ല. 1/3 ഇവിടെയും വന്നു, ബാക്കി ഇവിടെ എന്താ 2/3 ഇങ്ങോട്ടും വന്നു. മനസ്സിലായോ? ഇത് ഞാൻ പറയുമ്പം നിങ്ങൾ നോക്കുമ്പോഴും എന്താ പറഞ്ഞാൽ ഇത് ചെയ്ത് പഠിക്കണം കേട്ടോ. നമ്മൾ ഒരാൾ പറയുന്ന കേട്ടിരിക്കരുത്. നിങ്ങൾ ഇതുപോലെ എല്ലാ വീട്ടിലും ക്രയോണോ സ്കെച്ച് പെന്നോ ഒക്കെ കാണും കേട്ടോ. അപ്പോൾ അത് വെച്ച് വരയ്ക്കണേ കേട്ടോ, അല്ലാതെ നോക്കിയിരിക്കല്ലേ കേട്ടോ. അപ്പോൾ ഇത് ഓക്കെ ആണോ? ഇതിൽ ചോദിച്ചിരിക്കുന്നത് 3 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സ്ക്വയർ അല്ലേ സമചതുരം വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ 1 സെൻറ്റിമീറ്റർ എടുത്ത് എന്ത് ചെയ്യുക? ചുവപ്പ് കളർ കൊടുക്കുക. ബാക്കി വരുന്ന 2 സെൻറ്റിമീറ്റർ പച്ച കളർ കൊടുക്കുക. അത്രയേ ഉള്ളൂ. അതിനെ നിങ്ങൾ ഇത് ഇങ്ങോട്ട് വരച്ചു, ഇത് ഇങ്ങോട്ട് വരച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കി ഇങ്ങനെ ഒരു ചതുരം വരയ്ക്കുക. ഡ്രോ എ റെക്റ്റാങ്കിൾ. കണ്ടോ, അതിൻ്റെ തൊട്ട് താഴത്തെ ക്വസ്റ്റ്യനാണ്. ഡ്രോ എ റെക്റ്റാങ്കിൾ. ഇനി അതിൻ്റെ 2/3 ഭാഗത്ത് പച്ച നിറവും 1/3 ഭാഗത്ത് ചുവപ്പ് കളറും കൊടുക്കാൻ വരച്ചിട്ടുണ്ട്. 2/3 ഭാഗത്ത് പച്ച നിറവും 1/3 ഭാഗത്ത് ചുവപ്പ് നിറവും. എങ്ങനെ വരച്ചു നോക്കിക്കേ. 6 സെൻറ്റിമീറ്റർ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. 6 സെൻറ്റിമീറ്ററും ഇതെത്ര? 3 സെൻറ്റിമീറ്ററുമാണ് അല്ലേ. നീളം 6ഉം വീതി 3 ആണ് കൊടുത്തേക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യും നമ്മൾ? 3 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് തന്നല്ലേ, 3 തന്നിട്ടുണ്ട്. എത്രയാണോ തരുന്നത് അത് താഴെ കൊടുക്കുക. 3 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഭാഗം എന്ത് കൊടുക്കാനാ? ചുവപ്പ് കൊടുക്കുക. ബാക്കി വരുന്ന 2/3 ഭാഗം പച്ച കൊടുക്കുക. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണല്ലോ. അതായത് നിങ്ങളുടെ ടെസ്റ്റിൽ ഞാൻ ഒന്നുകൂടെ പറയാം, ബോറടിക്കുന്നുണ്ടോ നിങ്ങളെ? ഈ പാഠം കാണുമ്പോൾ ഒരു വലിയ പാടാണെന്ന് ചോദിച്ചാൽ
പാടല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടല്ല ഇല്ലേ. നോക്കി ഇത് പകുതിയാണ്. ഈ പകുതി എന്തോന്ന് അറിഞ്ഞാൽ മതി കേട്ടോ. ഈ സത്യമായിട്ട് ആദ്യമൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അതിനെ എന്താ ഒരു സർക്കിളിനെ അല്ലെങ്കിൽ ഒരു വൃത്തത്തിനെ നമ്മൾ പകുതിയാക്കി അല്ലേ 1/2 ആക്കിയെങ്കിൽ അടുത്ത എന്താ 1/3 ആക്കാനും ഞാൻ ആ പേപ്പറിൽ കാണിച്ചായിരുന്നു അല്ലേ. ഇനി 1/4 ആക്കുന്ന എങ്ങനെയാ 4ൽ മൊത്തം എത്ര ആയിട്ട് 1 2 3 4 ഞാൻ പറഞ്ഞു. എത്ര ആണോ മുറിക്കുന്നത് അത് താഴെ കൊടുക്കുക അല്ലേ. എത്ര 4 അതിലൊരു ഭാഗം ഒരു ഭാഗം ഒരു ഭാഗം ഒരു ഭാഗം. നമ്മൾ ഈ കേക്കും അല്ലെങ്കിൽ പിസ്സയും പിന്നെന്താ ഈ മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ നമ്മൾ അതിനെ മുറിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങളെ അല്ലേ. ഫ്രൈ പാനിലോട്ടിട്ട് പൊരിക്കുമ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പം അതിനെ നമ്മളിങ്ങനെ മുറിക്കത്തില്ല. അതൊക്കെ ആലോചിച്ച എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഒരു ഭാഗം ഒരു ഭാഗം ഒരു ഭാഗം മൊത്തം എത്ര ഉണ്ട് 4 4 അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നോക്കിക്കേ 4ൽ 2 ഭാഗം. അതെല്ലാം ഇവർ ഇതിനകത്ത് കറക്റ്റ് എല്ലാം ആൻസർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി അങ്ങ് ഒന്നുമില്ല. എല്ലാം അതുപോലെ നോക്കിക്കേ. 1 മീറ്റർ നീളമുള്ള ഒരു റോപ്പ് അല്ലെങ്കിൽ ചരടോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതിനെ നോക്കിക്കേ എത്ര ഭാഗമുണ്ട് 1 2 3 4 ഇല്ലേ. നമ്മൾ പഠിച്ചു എത്ര ഭാഗമുണ്ടെന്ന് എണ്ണി നോക്കുക, അത് താഴെ കൊടുക്കുക. 4 ഉണ്ടല്ലോ. അതിൽ ഇതെന്താ 4ൽ 1 ഭാഗം, ഇതെന്താ 4ൽ 1 ഭാഗം, ഇത് 4ൽ 1 4ൽ 1 മൊത്തം എത്ര 4ൽ 4 ഭാഗം എന്ന് വെച്ചാൽ മൊത്തം 1 മീറ്റർ ആയെന്ന്. ഇത് നോക്കിക്കേ 1 2 3 4 4ൽ ഈ നല്ല തെളിച്ചമുള്ള കളർ കൊടുത്തിരിക്കുന്നത് 2 ഭാഗമാണ്. ബാക്കി 2 ഭാഗം. അപ്പം 4ൽ 2 ഭാഗം ഇതും 4ൽ 2 ഭാഗം ഇതുമാണ്. എല്ലാം നമുക്ക് ടെസ്റ്റ് ഓൾറെഡി ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി നമ്മൾ ബുക്കിലോട്ടൊന്നും വരച്ച് ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ല കുഞ്ഞില്ല. കേട്ടോ ഇത് നോക്കിക്കേ ഫുള്ളുണ്ട്. അതിൻ്റെ നേർ പകുതി വെച്ചാണ് അവർ. പകുതി എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താ 1/2 മീറ്റർ. അപ്പോൾ ഇവിടെ ബാക്കി എന്തുണ്ട് 1/2 മീറ്റർ. 1/2 മീറ്റർ 1/2 മീറ്റർ കൂടെ ആയപ്പോൾ 1 മീറ്റർ. ഓക്കെ ആണോ കുഞ്ഞില്ല? ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വരച്ച ഓർമ്മയുണ്ടോ? അതൊക്കെ ഒന്ന് വരച്ച് നോക്കണം കേട്ടോ. ഇത് നോക്കിയേ 1 2 3 4 5 6 മൊത്തം എണ്ണം 6. എത്രന് ഷെയ്ഡ് കൊടുത്തു 1. ഇവിടെ നോക്കി 1 2 3 4 5 6 മൊത്തം എണ്ണം 6. എത്ര 1 2 3 3ന് ഷെയ്ഡ് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? അപ്പം നോക്കിക്കേ 3/6 എന്ന് പറയുന്നതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ? പറ്റും. 3 6 ഏതിൻ്റെ ടേബിളിൽ വരും? 3ൻ്റെ ടേബിൾ അല്ലേ. 1 3 3 2 3 6 ഇതിനെ 1/2 എന്നും നമുക്ക് എഴുതാവുന്നത്. ഓക്കെ ആണോ? നമ്മൾ പറഞ്ഞ പോലെ 1 മീറ്റർ ഇവിടെ എത്ര ഉണ്ട് 1 2 3 4 5 6 അല്ലേ. 6ൽ എത്ര നല്ല തെളിച്ചുള്ള കൊടുത്തിരിക്കുന്നത് 3 എണ്ണം. ബാക്കി 3 കണ്ടോ. എല്ലാം എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ അല്ലേ. അപ്പം പകുതിന്ന് എപ്പോൾ കണ്ടാൽ ഇത് നോക്കി ഇതിൻ്റെ നേർ പകുതിയാണ്. പകുതി എന്ന് കാണുമ്പോഴേ 1/2 മീറ്റർ ഇല്ലേ. എല്ലാം ബുക്കിൽ ടെസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. തന്നെ ഇതിൻ്റെ ഒരു ഭാഗം നമ്മളിതെല്ലാം ഇട്ടതാണ് കേട്ടോ. നോക്കി ഇതെല്ലാം എഴുതിയതാണ്. ആകെ ഭാഗം എത്രയാണെന്ന് വെച്ചാൽ അത് താഴെ വേണം എഴുതാൻ. എത്ര ഭാഗങ്ങളാണോ നമുക്ക് എടുക്കേണ്ടത് അല്ലെ ഷെയ്ഡ് ചെയ്തേക്കുന്നത് അത് വേണം മുകളിൽ കൊടുക്കാൻ കേട്ടോ. അത് നമ്മൾ എഴുതിയതാണല്ലോ. ഇനി ഇത് പടം വരയ്ക്കാൻ നമ്മൾ കുറേ പഠിച്ചതാണ്. 3ൽ 1 ഞാനത് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ. 3 വന്നാൽ എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങളെ? 1 2 3 ആ 3 3ൽ ഇതൊരു ഭാഗം ഇതൊരു ഭാഗം ഇതൊരു ഭാഗം കേട്ടോ. ഇതൊക്കെ നമ്മൾ കുറേ ചെയ്തതാണ്. പിന്നെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കണക്ക് ഇതാണ് കേട്ടോ. അതും ചെയ്തല്ലോ. നോക്കിക്കേ വട്ടത്തെ നമുക്ക് എങ്ങനെ ഭാഗിക്കാമെന്നുള്ളതാണ്. വട്ടത്തെ എങ്ങനെ ഭാഗിക്കാം അതിന് മുമ്പേ ഇതൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. 1/2 = 2/4 എന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ ടേബിൾ അറിയാവുന്ന പിള്ളേർക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നിങ്ങളെ ടേബിൾ അറിയാവുന്നവർക്ക്? അതായത് 1 എന്നുള്ളതിൻ്റെ ടേബിൾ അറിയാമെങ്കിൽ 1 2 3 4 5 6 ഇങ്ങനെ അങ്ങ് പോയാൽ മതി. 2ൻ്റെ ടേബിൾ അറിയാതെ 2 4 6 8 10 12 എന്തോന്ന് മനസ്സിലായോ? നമ്മൾ 1 2 2 2 2 4 3 2 6 4 2 8 എന്ന് പഠിക്കത്തില്ലേ? അല്ലേ പോട്ടെ 1 × 2 2 2 × 2 4 അങ്ങനെ ടേബിൾ പഠിച്ചിട്ടില്ലേ? അത് തന്നെ അതങ്ങ് എഴുതിയാൽ മതി. നോക്കി ഇവിടെ എപ്പോൾ ഇങ്ങനെ നോക്കിയാലും ആ ടേബിൾ വെച്ച് അങ്ങ് താങ്ങിയാൽ മതി. ഒന്നും ആലോചിക്കണം. ഇവിടെ അതുപോലെ അല്ലേ 3 4 5 6 അല്ലേ. 1 3 3 3 6 3 9 4 3 12 5 3 15 6 3 18 അല്ലേ. ഇവിടെ 2 4 6 8 10 12 ഇവിടെ എന്താ 9 12 15 18 അല്ലേ. ഇവിടെയൊക്കെ 3 4 5 6 മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ടേബിളാണ് ടേബിള്. ഒരു 4 4 24 8 3 4 12 4 16 4 20 6 4 24 9 ഒരു 3 3 24 3 12 5 3 15 6 3 18 ഒരു 4 4 8 3 4 12 4 16 4 20 6 4 24 കണ്ടോ.
ഇപ്പോൾ എന്തെങ്കിലും പിടികിട്ടുന്നുണ്ടോ? ഇത് പാറ്റേണായിട്ടൊക്കെ ചോദിക്കും കേട്ടോ. നമ്മൾ അങ്ങനെ ഒന്നിനെയും നിസ്സാരമായിട്ട് കരുതരുത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 4/6 എന്നാണ് നമുക്കൊരു ആൻസർ കിട്ടിയെന്ന് വെച്ചു. നമ്മൾ ചെയ്ത് വന്നപ്പോൾ നമുക്ക് 4/16 കിട്ടിയെങ്കിൽ അതിനെ നമ്മൾ സിമ്പിളസ്റ്റ് ഫോം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഫോമിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് എന്താ 1/4 എന്ന് കിട്ടും എന്നാ പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ 15/20 എന്ന് നമുക്കൊരു ആൻസർ കിട്ടിയെന്ന് വെച്ചോ. നിങ്ങളതിനെ സിമ്പിളസ്റ്റ് ഫോം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഫോം അല്ലെങ്കിൽ സ്മാളർ ഫോം എന്നൊക്കെ കിട്ടില്ല, അതിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ അതിന് എന്താവും 3/4 എന്നാവുമെന്ന് കേട്ടോ. തിരിച്ചും ഇങ്ങനെ അങ്ങോട്ടും ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളെ ഇവിടെ എണ്ണം എത്ര 1 2 3 4 5 6 എണ്ണം എത്ര എന്ന് എഴുതുക. 1 2 ഷെയ്ഡ് ചെയ്തത് എഴുതുക കേട്ടോ. 6ൽ ഇവിടെ മൊത്തം 6 ഭാഗങ്ങളിൽ 2 ഭാഗം കേട്ടോ. 6ൽ 2 ഭാഗം, ഇവിടെ 6ൽ 4 ഭാഗം, ഇവിടെ 6ൽ 3 ഭാഗം. ഇപ്പം നമ്മൾ ആ വെട്ടി ചെയ്തില്ലേ, ഇപ്പം 4/6 എന്ന് കണ്ടില്ലേ, അതിൻ്റെ സിമ്പിൾ ഫോം ഏതാണ് 2/3 കേട്ടോ. ഇതൊക്കെ എളുപ്പം അങ്ങ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇത് വലിയ ഇതായിട്ടൊന്നും പഠിക്കാം. ഇവിടെ നോക്കിയേ 1 2 3 4 5 6 മൊത്തം എത്ര കുഞ്ഞുങ്ങളെ 6. 6ൽ ഇതെന്താ ഒരു ഭാഗം, ഇത് ഒരു ഭാഗം, ഇത് ഒരു ഭാഗം, ഇതെല്ലാം ഓരോ ഭാഗമാണ് അല്ലയോ. 6ൽ ഓരോ ഭാഗം ഇല്ലയോ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 6 വരണം. 1 2 3 4 5 6. 6ൽ 6 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 1 ഒരു ഫുള്ളാണെന്ന്. ഇവിടെ നോക്കിക്കേ 1 2 3 മൊത്തം 3, ഇത് 3ൽ ഒരു ഭാഗം, 3ൽ ഒരു ഭാഗം, 3ൽ ഒരു ഭാഗം, അങ്ങനെ 3ൽ 3 ഭാഗം. ഇവിടെ നോക്കിക്കേ ഈ ഇച്ചിരിയുടെ കളർ കൂട്ടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 6ൽ 2 ഭാഗം. അപ്പോൾ ഇതോ 1 2 3 4. 6ൽ എത്ര കുഞ്ഞുങ്ങളെ 4 ഭാഗം കേട്ടോ അല്ലേ. 1 2 3 4 ഭാഗം. ഇവിടെ നോക്കിക്കേ 1 2 3 3ൽ ഒരു ഭാഗമാണെങ്കിൽ ഇത് രണ്ടും എന്താ 2, 3ൽ 2 ഭാഗം അല്ലേ. 2/3 എന്ന് പറയാം. 3ൽ 2 എന്ന് ഞാൻ പറയുന്നതിനെയും എങ്ങനെയാണ് ഈ 3ൽ 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ 2/3 കേട്ടോ. 2/3 2/3. ഇനി ഇത് നോക്കി 1 2 3 4 5 6. 6ൽ എത്ര എണ്ണം 1 2 3 4 എണ്ണം എന്താ ഡാർക്കാ അല്ലേ 4, ബാക്കി 2 എണ്ണം. അപ്പോൾ അങ്ങനെ 2/6. ഇവിടെ നോക്കിക്കുക 1 2 3 3ൽ 2 ഭാഗം ഡാർക്ക്, ബാക്കി 1/3. എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? ഇത് എളുപ്പമല്ലേ? ആണോ? അങ്ങനെ അങ്ങ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി ഇതിനകത്തിലെ എല്ലാ ആൻസർ അതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വട്ടത്തിലെ 8 സമഭാഗങ്ങളാക്കി വൃത്തത്തിൽ എഴുതുക എന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. വേണ്ടേ ഒരു വൃത്തം വരയ്ക്കുക കണ്ടോ. വൃത്തത്തിൽ മൊത്തം എണ്ണം എത്ര 1 2 3 4 5 6 7 8 അല്ലേ. 8ൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ 2 ഭാഗം. ഇതോ മൊത്തം എണ്ണം 8, ഇതിലെത്ര ഉണ്ട് 4 ഭാഗം. ഇതെത്ര ഉണ്ട് 8ൽ 6 ഭാഗം കണ്ടോ. ഇത് കാണുമ്പോഴേ നമുക്കറിയാം എന്താ നമ്മൾ പറഞ്ഞ ടേബിൾ മൊത്തം എണ്ണമാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. 2 4 6 8 എന്നും പറഞ്ഞ് പോകുന്നത്. ഇപ്പോൾ പിടികിട്ടിയോ? അപ്പോൾ അതേ ഉള്ളൂ, അതേ ഉള്ളൂ കേട്ടോ. ഇനി വേണ്ടേ ഇവിടെ എത്ര എണ്ണം വന്നോ, ഇവിടെ 1 2 3 മൊത്തം എണ്ണം എഴുതിയിട്ട് ഇത് ചെയ്താൽ മതി കേട്ടോ. എല്ലാം അങ്ങനത്തെ കേട്ടോ. വട്ടത്തെ 12 സമഭാഗങ്ങളാക്കിയാൽ ചിലതിന് നിറം കൊടുത്ത ചിത്രങ്ങളാണ് ഇവിടെ. 12 ഭാഗങ്ങളാക്കിയേക്കോ മൊത്തത്തിൽ. അതിൽ കളർ കൊടുത്തേക്കുന്ന എത്രയാണെന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ ആണോ? ചില മനസ്സിലാവുന്നുണ്ടോ? അത്രയേ ഉള്ളൂ. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഇതിനകത്തിലെല്ലാം ഇത്രയേ ഉള്ളൂ. ഇതിനകത്തിലൊന്നും അഡീഷണൽ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. എല്ലാം അതിൽ തന്നെ ഓൾറെഡി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും പഠിക്കാനും പഠിപ്പിക്കാനും ഒന്നുമില്ല. സാധാരണ രീതിയിലൊന്ന് വായിച്ചു പോകുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ഈ പടം കാണുന്ന കുട്ടികൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കുക, ഞാൻ ഇതുകൂടെ അങ്ങ് പറഞ്ഞേക്കാം. ഇനി ഇതിനായിട്ട് പ്രത്യേക ലിങ്ക് ഇടണ്ടല്ലോ. ഇതൊരു ഫുള്ളാണല്ലേ കുഞ്ഞുങ്ങളെ, ഇതൊരു ഫുള്ളല്ലേ. അപ്പം നമ്മൾ ഇതിനെന്താ 1 അല്ലേ, ഇതൊരു ഫുള്ളാണ്. ഇതോ 1 2 3 4 എണ്ണം ഉള്ളതിൽ 4 എണ്ണത്തിൽ ഒരു ഭാഗം ഇതിങ്ങനെ പറയുന്നത് കേട്ടോ. 1/4 എന്നാണ് പറയുന്നത് കേട്ടോ കുഞ്ഞുങ്ങളെ. സംശയമുണ്ടോ? ഇതൊരു ഫുള്ളാണെങ്കിൽ 1. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതിയിട്ട് വേണേ അവിടാണ് ഇത് അറിയാൻ വേണ്ടിയാണ് ഈ ആദ്യം മുതൽ അങ്ങനെ വന്നത്. മൊത്തം എണ്ണം എത്ര 4 എണ്ണമാണ്. എത്രയാണോ ഷെയ്ഡ് കൊടുത്താൽ മെളി. അപ്പോൾ എന്താ ഇത് 1/4 എന്നാണ് പറയുന്നത്. 1/4 1/4. ഇത് നോക്കിയേ, ഇതൊരു ഫുള്ളാണ് അല്ലേ. അപ്പോൾ നമ്മളതിനെ 1. ഇതോ മൊത്തം എണ്ണം എത്ര ഉണ്ട് 3. 3ൽ ഷെയ്ഡ് ചെയ്തേക്കുന്ന 1. അപ്പോൾ 1/3. എളുപ്പമല്ലേ? ഇത് നോക്കിയേ 1 മീറ്റർ അതിൻ്റെ ഫുള്ള് കൊടുത്തിട്ട് 1/2 മീറ്റർ എന്ന് വെച്ചാൽ അതിൻ്റെ പകുതി. ഇത് നോക്കിയേ 1.5 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1.5 അണ്ട് ഇത് ഫുള്ള് പറഞ്ഞേക്കും 1.5 അത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതിനെ നമ്മൾ എന്തോ പറയുന്നത്, ഇതൊരു 1 അല്ലേ കുഞ്ഞുങ്ങളെ. 1 ഫുള്ളാണ്. ഇവിടെ 1 2 3 4 4ൽ എത്ര ഷെയ്ഡ് 1 കണ്ടോ. ഇനി ഇവിടെ ഒരു ഫുള്ളുണ്ട്. പിന്നെ മൊത്തം 1 2 3 3ൽ 1. ഇവിടെ 1 2 2 ഉണ്ട്. ഇവിടെ 1 2 3 4 മൊത്തം എണ്ണം ബൈ എത്ര 1. ഇവിടെ 1 2 3 3 ഫുള്ളും
1 2 3 4 5 6 1 ഇത്രയേ ഉള്ളൂ. എളുപ്പമുള്ളൊരു ചാപ്റ്റർ അല്ലേ, പടപടയെന്നല്ലേ തീർന്നത് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഈ 1 2 എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ. ഇത് 1/4 എന്ന് കിട്ടിയത് എങ്ങനെയാ? ഈ 1 വന്നത് ഈ ഫുള്ളാണ്, പിന്നെ മൊത്തം എണ്ണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്, ഷെയ്ഡ് ചെയ്തത് മേളിൽ. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും സംശയമുള്ളതോ അല്ലെ ഇതൊന്നും മനസ്സിലായില്ല എന്നുള്ളവരോ കമൻറ്റ് ബോക്സിൽ പറയും. നിങ്ങളെ കുറച്ചുകൂടെ നല്ല രീതിയിൽ വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് എടുക്കാം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു.